ടൈഗർ, നീ? അതെ, ടൈഗർ തന്നെ. നിങ്ങൾ എങ്ങനെ ജയിൽ ചാടി? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറയൂ. 1000 ആനകൾക്ക് തകർക്കാൻ കഴിയാത്തത്ര ബലമുള്ള വീരശൂരസിംഹ രാജരാജ രാജേഷിന്റെ തടവറയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഇതോ തടവറ, ഇതെനിക്ക് നിസാരം. ഇതൊക്കെ എന്ത്? പറയൂ ടൈഗർ, പ്ലീസ് പറയൂ. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. ഇതൊക്കെ എന്ത്? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എങ്ങനെ ജയിൽ ചാടിയെന്ന് ഞങ്ങളോട് പറയൂ. പറയൂ ടൈഗർ, പറയൂ. ഷടാ, ഇത് വലിയ ശല്യമായല്ലോ. പറയാം. പ്രഭോ, അങ്ങ് ചോദിച്ചാലേ ടൈഗർ പറയൂ എന്ന്. ഒന്ന് ചോദിക്കൂ പ്ലീസ്. പ്രഭോ, ദയവായി ഒന്ന് ചോദിക്കൂ. രാജീവേ, അല്ല രാജാവേ, ഒന്ന് ചോദിക്കൂ. ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ നിൽപ്പ് കണ്ടാത്തൊന്നും ആദ്യമായിട്ടാണ് ഒരുത്തൻ ജയിൽ ചാടുന്നതെന്ന്. ഒന്ന് ചോദിക്കൂ പ്രഭോ. എന്താണ് പ്രഭോ, ഒന്ന് ചോദിക്കുന്നേ. ഒന്ന് ചോദിക്കൂ രാജാവേ. സ്റ്റോപ്പ് ഇറ്റ്. രാജാവായാൽ ഇത്രയ്ക്ക് വാശി പാടില്ല. എത്ര നേരമായി അവർ ചോദിക്കുന്നു, അറിയാനുള്ള ആകാംക്ഷ. അതുകൊണ്ടല്ലേ. ഒന്ന് ചോദിച്ചാൽ എന്താ? ഞാൻ എങ്ങനെ ജയിൽ ചാടിയെന്നറിയാൻ ഇവർക്കും കാണില്ലേ ഒരാശ? ഡീമു, വാടാ, നമുക്ക് പോവാം. ഒരാഴ്ചക്കുള്ളിൽ ജയിൽ ചാടിയാൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനാക്കും പോലും. എന്തൊക്കെയായിരുന്നു രാജാവ് പറഞ്ഞത്? ഒന്നുമില്ലടാ, എല്ലാരും കൂടി നമ്മളെ പറ്റിക്കായിരുന്നടാ. നിൽക്കവിടെ. ടൈഗർ, ഇവിടെ വരൂ. ചുരുക്കി പറയണം. പറയാം പ്രഭു. അന്ന് അങ്ങ് ഞങ്ങളെ തടവറയിലേക്ക് പറഞ്ഞയച്ചത് സത്യത്തിൽ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ആകസ്മികമായി വല്ല ആപത്തിലും പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഞങ്ങൾ പഠിക്കാറുണ്ട്. എന്നാൽ അന്ന് അങ്ങ് ഞങ്ങളെ തടവറയിലാക്കാൻ ആജ്ഞാപിച്ചപ്പോൾ പെട്ടെന്ന് പകച്ചുപോയി. എങ്കിലും സമചിത്തത വീണ്ടെടുക്കാൻ ഞാൻ വൈകിയില്ല. അന്ന് ആ വിരുന്ന് സമയത്ത് നടന്ന കാര്യങ്ങൾ അങ്ങ് ഓർക്കുന്നുണ്ടാവും. ഞങ്ങൾക്കത് കടുത്ത അവഹേളനമായാണ് തോന്നിയത്. കൊള്ളക്കാരെയും കൊലപാതകികളെയും എന്തു വില കൊടുത്തും പിടികൂടി ഈ നാട്ടിലെ സാധാരണ മൃഗങ്ങൾക്ക് എന്നും സധൈര്യമായി ജീവിക്കാൻ കഴിയണമെന്നും മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് പോലും ഇതാണ് ഗതിയെന്നോർത്ത് ഞാനും ഡീമുവും തടവറയിലെ ഇരുട്ടിലിരുന്ന് വിലപിച്ചു. അന്ന് രാജാവ് ഞങ്ങളെ ജയിലിലിടാൻ ആജ്ഞാപിച്ചപ്പോൾ ഞാൻ ഞെട്ടലോടെ തലയിൽ കൈവച്ചതും ആരും കാണാതെ ഞാൻ ആ സ്പൂണും ഫോർക്കും മീൻമുള്ളും കൈക്കലാക്കിയിരുന്നു. കൂടാതെ കുരുമുളക് പൊടി നിറച്ച ഒരു ഡപ്പിയും. എങ്ങനെയും പുറത്തു ചാടാനുള്ള ഒരു അവസരത്തിനായി ഞങ്ങൾ തക്കം പാർത്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ രാത്രി അവസാനിക്കാറായപ്പോൾ ഞങ്ങളുടെ ഇരുമ്പഴിക്ക് വെളിയിൽ കാവൽക്കാരന്റെ കൂർക്കം വലി കേട്ടു. ഞാൻ പതിയെ മീൻമുള്ളുകൊണ്ട് അഴിയുടെ പൂട്ടു തുറന്നു. പതിയെ അഴി തുറന്ന് പുറത്തു കടന്നു. പെട്ടെന്ന് കാവൽക്കാരൻ ഞെട്ടിയുണർന്നു. പൊടുന്നിനെ ഞാൻ കുരുമുളക് പൊടി അയാളുടെ കണ്ണിലേക്ക് വിതറി. അയാൾ ഒച്ചയെടുക്കും മുൻപ് വായിലേക്ക് കുരുമുളക് ഡപ്പി തിരികെ കയറ്റി. ഇടനാഴിയിൽ കൂടി ഇരുട്ടിലൂടെ മറ്റു കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് പുറത്തു കിടന്നു. കൂറ്റൻ ജയിൽ മതിൽ ചാടിക്കടക്കുക സാധ്യമല്ലായിരുന്നു. അതിനാൽ സ്പൂണും ഫോർക്കും കൊണ്ട് മതിലിന് അടിയിലൂടെ പുറത്തേക്ക് ഒരു കുഴിയെടുത്തു. അങ്ങനെ ആ കുഴി വഴി പുറത്തെത്തി. സത്യത്തിൽ ഇതാണ് സംഭവിച്ചത്. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. ഇന്നു മുതൽ ടൈഗറാണ് കൊട്ടാരം ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവൻ. താങ്ക് യു മൈ ലോർഡ്. താങ്ക്സ് എ ലോട്ട്.